നമുക്ക് ക്രിസ്റ്റഫറാണ് കൊല്ലത്തു നിന്നും. ശ്രീ ക്രിസ്റ്റഫർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യ മുന്നണി നേതാക്കൾ ഈ അവസാന ഘട്ടത്തിലാണ് ഇത്രയധികം ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത് ജൂൺ 4 കഴിഞ്ഞാൽ മോദിക്കും അമിത്ഷയും തൊഴിൽരഹിതരാകും എന്നടക്കം പറയുന്നുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? കേൾക്കാമോ? കേൾക്കാം. കേൾക്കാമല്ലോ, പറഞ്ഞോളൂ. ഓക്കെ, ഇതിന് മാത്രമല്ല ഉത്തരം പറയേണ്ടത്. താങ്കൾ നേരത്തെ ആഡ് ചെയ്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. അമിത്ഷാ ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നു 300-ലധികം സീറ്റുകൾ നേടിക്കഴിഞ്ഞുവെന്ന്. ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ടത്. ഖാർഗെയെ പോലുള്ള ഇന്ത്യ മുന്നണിയുടെ ആളുകൾ പറയുന്നത് നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കുമെന്നുള്ള വിശ്വാസം അവരിൽ അർപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ അമിത്ഷാ 300-ലധികം സീറ്റ് നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വാസം ഉറപ്പിച്ചിരിക്കുന്ന മറ്റൊന്നല്ല. താങ്കൾക്ക് അറിയാൻ പറ്റും, മനോരഞ്ജൻ റോയ് എന്ന് പറയുന്ന ഒരു വിവരാവകാശ പ്രവർത്തകൻ ബോംബെ ഹൈക്കോടതിയിൽ ഒരു പരാതി വരുന്നുണ്ടായിരുന്നു. 20 ലക്ഷം EVM-കൾ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ എത്തിപ്പെട്ടില്ല. എന്നുവെച്ചാൽ EVM-കൾ പ്രൊഡക്ഷൻ നടത്തുന്ന രണ്ട് കമ്പനികൾ ECIL-ഉം BEL-ഉം ആണ്. ഇത് രണ്ടും ഭാരത സർക്കാരിന്റെ കീഴിലുള്ള. ഇവര് പ്രൊഡക്ഷൻ നടത്തിയ 20 ലക്ഷം EVM-കൾ അധികം കൊടുത്തുവിട്ടിട്ടുണ്ട് എന്ന് വിവരാവകാശ നിയമം വഴി കിട്ടിയിട്ടുള്ള RT രേഖകൾ വെച്ച് ഹൈക്കോടതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിന് ഇതുമായി കൂട്ടി വായിക്കേണ്ടത്, ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഒരു മണ്ഡലത്തിലെ EVM-കൾ സ്റ്റോർ ചെയ്തിരിക്കുന്നതിന് മുന്നിൽ വെച്ചുകൊണ്ട് 150ഓളം EVM മെഷീനുമായി ഒരു ട്രക്ക് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇതുവരെ ഏതൊക്കെ സ്ഥലത്ത് ഇതുപോലുള്ള ട്രക്കുകൾ ചെന്ന് നിന്നിട്ടുണ്ടാകും എന്നുള്ളത് വളരെ കൃത്യമായി ഈ പറയുന്ന അമിത്ഷായ്ക്ക് മനസ്സിലായിട്ടുണ്ടാകും. അവർക്ക് നല്ല കൃത്യമായ അറിവുണ്ടാകും. അതുകൊണ്ടാണ് ജനങ്ങളെക്കാൾ ഉപരി ജനങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ അങ്ങ് ജയിക്കുമെന്നുള്ള അഹങ്കാരത്തോടുകൂടി ഈ സംഘപരിവാർ തെമ്മാടികൾ സംസാരിക്കുന്നത്. അതാണ് എന്റെ പ്രശ്നം. ജനങ്ങളെ വിശ്വാസത്തിലേക്ക് ഇവർക്ക് കഴിയില്ല എന്നുള്ളോ. ഇവര് ജനങ്ങളോടൊപ്പമല്ല, ഇവർക്ക് ഇനി ഇന്ത്യയിൽ പറയുന്നത് പോലെ EVM-ൽ അങ്ങനെ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് എത്രയോ കാലം മുമ്പ് തന്നെ EVM-ൽ അവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ നിലപാട് സ്വീകരിക്കാമായിരുന്നു. അങ്ങനെ ഒരു കടുത്ത നിലപാടൊന്നും ഈ പ്രതിപക്ഷ പാർട്ടികളോ ഒന്നും അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ. ഇത് എല്ലാ തവണയും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമ്പോൾ BJP തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ജയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പരാതിയില്ല, തോൽക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് ഈ പരാതി എന്നൊക്കെ പറയുന്നില്ലേ? ഞാൻ താങ്കളോട് സൂചിപ്പിച്ചത് ഈ EVM-ന്റെ കേസ് കൊടുത്ത മനോരഞ്ജൻ റോയി എന്ന് പറഞ്ഞ വിവരാവകാശ പ്രവർത്തകൻ കോടതിയിൽ രേഖകൾ സഹിതം കൊടുത്തതിനെ കുറിച്ച് ഏതെങ്കിലും നേതാവ് മൈതാന പ്രസംഗം നടത്തിയ വിഷയമല്ല ഞാൻ താങ്കളോട് പറയുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്.